നമ്മുടെ രേണുസുതി ഉണ്ടല്ലോ, രേണുസുതി ഇട്ടൊരു സ്റ്റോറിയാണേ. ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്ത് എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എന്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണമെന്ന് തോന്നിത്തുടങ്ങി. അത്രേ. അതായത് രേണു ഇപ്പൊ തോന്നിത്തുടങ്ങി എന്നെ സ്നേഹിക്കുന്ന, എന്റെ മക്കളെ സ്നേഹിക്കുന്ന, എനിക്കൊരു തുണ വേണം, എനിക്കൊരു ഇണ വേണം, എന്റെ കൂടെ ഒരു വ്യക്തിത്വം വേണം എന്നുള്ളത് തോന്നിത്തുടങ്ങി. അപ്പൊ ഇത്രയും നാള് മുസ്ലിം യുവാവായിട്ട് പ്രണയത്തി കഴുത്തേലെ സി അതൊക്കെ എന്തരായിരുന്നു? എന്റെ സുതിച്ചേട്ടാ, അത് നമ്മൾ നേരത്തെ വിട്ട്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇപ്പോഴത്തെ സീൻ എന്തോ ഇത്. അപ്പോ നല്ലവരായ സുന്ദരന്മാരായ ചെറുപ്പക്കാരിൽ നിന്നും ആലോചനകൾ രേണുസുതി ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ചീത്തപ്പേര്, ഫ്രീ ആയിട്ട് വൈറൽ പ്രൊമോഷൻ, 24 മണിക്കൂറും CCTV പോലെ പുറകെ നടക്കുന്ന കുറെ ഓൺലൈൻ ചാനലുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ രേണുവായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇനി ഇത് രേണു ഇട്ട സ്റ്റോറിയാണ്. ഈ സ്റ്റോറി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരാൾ കൊളാബ് അടിച്ചു. ആരാ? മെയിൻ സ്ട്രീം 1, രേണുവിന്റെ സ്വന്തം PR ചാനൽ. അതിനകത്ത് അവരൊരു ഫോട്ടോയും കൂടെ വെച്ചടേ. ഈ ഫോട്ടോ ഒക്കെ വെച്ച് രേണു അങ്ങ് അപ്രൂവ് ചെയ്തു. ഇത് രേണു തന്നെ എടുത്ത ഫോട്ടോയാണ്, അതുകൊണ്ട് അപ്രൂവ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ഇപ്പൊ രേണു സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിവാദം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും അടുത്ത വിവാദം സൃഷ്ടിക്കണം. ഈ വിവാദത്തിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാകണം. സുധിച്ചേട്ടൻ പോയി അന്ന് മുതൽ കേൾക്കുന്നതാണ് പ്രണയത്തിലാവണം, കെട്ടണം, കെട്ടിക്കൊണ്ടിരിക്കുന്നു, കെട്ടുമുറുക്കി കൊല്ലുന്നു, ഇങ്ങനെ കുറെ സാധനങ്ങൾ. ഓക്കെ, ഏതായാലും നമുക്ക് രേണുവിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വരാം. കുറച്ച് വ്ളോഗേഴ്സിന്റെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു. ഓ മൈ ഗാഡ്, കുറച്ച് വ്ളോഗേഴ്സിന്റെ വ്ളോഗ് രേണു കണ്ടു. രേണുവിന്റെ കണ്ണുകൾ കൊണ്ട് രേണു കണ്ടു. ഇത്രയും നാള് എവിടോ കിടക്കുന്ന സാധനം ആരോ പറഞ്ഞു തരുമെന്നായിരുന്നല്ല. സ്വന്തമായിട്ട് കാണാനൊക്കെ തുടങ്ങി വ്ളോഗുകളൊക്കെ. കൊള്ളാം. സജീന അല്ലായിരുന്നു സാധനങ്ങളൊക്കെ പറഞ്ഞു തന്നോണ്ടിരുന്നേ. പുള്ളിക്കാരിട്ട് അടിച്ച് പിരിഞ്ചു. മാലു ചകട നമ്മൾ മിണ്ടൂല. എന്തൊരു പറ്റി? സ്വന്തമായിട്ട് വ്ളോഗൊക്കെ കാണാൻ തുടങ്ങി. പുള്ളിക്കാരിക്ക് നെഗറ്റീവ് വരുന്ന 1-2 വ്ളോഗേഴ്സിന്റെ വ്ളോഗ് കണ്ട്. ബാക്കി കേക്കട്ടെ. രേണുസുതി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക്, ആ പഴയ റീലും പഴയ ആൽബം ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുവാണ്. ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഷൂട്ടും കാര്യങ്ങളും, എന്താ പറയാ, സിനിമ, അതൊക്കെ എനിക്ക് കൊണ്ട് താനേ, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ, എനിക്ക് ഒരു വിഷയമല്ല, ഞാൻ ഇതിന് പോകത്തില്ല. അതായത് കുറെ ആളുകൾ പറഞ്ഞു രേണു ഇപ്പോഴും പഴയ പോലെ ആൽബവും ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്ത് നടക്കുകയാണ്. അപ്പൊ രേണു പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇന്റർനാഷണൽ ലെവലിലുള്ള സാധനം കൊണ്ട് എനിക്ക് അപ്പൊ ഞാൻ വീട്ടിൽ ഇരിക്കാം, അപ്പൊ ഞാൻ ഇമാതിരി ആൽബത്തിലൊന്നും അഭിനയിക്കാൻ പോകത്തില്ലെന്ന്. അപ്പൊ രേണുവിന് തന്നെ ഉറപ്പുണ്ട് രേണു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കൂതറ സാധനങ്ങളാണ്, അതിന് തീരെ നിലവാരം ഇല്ല എന്നുള്ളത് രേണുവിന് തന്നെ മനസ്സിലായി. അത് വെച്ചിട്ടാണ് രേണു പറയുന്നത്. രേണു എന്ത് പണിയെടുക്കണമെന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്. അത് രേണുവിന്റെ വ്യക്തിപരമായ തീരുമാനമാണ് എന്ത് ജോലി ചെയ്യണമെന്നുള്ളത്. അത് എന്ത് ജോലിയും ചെയ്യാം. അത് രേണുവിന് അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കാം, രേണുവിന് മറ്റേ കൂലിപ്പണിക്ക് പോണേ കൂലിപ്പണിക്ക് പോവാം, രേണുവിന് നടിയാകണേ നടിയാകാം, രേണുവിന് മൈക്കാട് പണിക്ക് പോണേ അത് പോവാം, തൊഴിലുറപ്പിന് പോണെങ്കിൽ അതിന് പോവാം, എന്തും ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ചോദ്യം ചെയ്യുന്ന സാധനം, ക്യാമറ സ്റ്റാർട്ട്, ക്യാമറ ആക്ഷൻ, റോളിംഗ് എന്ന് പറയുമ്പോൾ രേണു അഭിനയിക്കത്തില്ല. ഓക്കെ കട്ട് എന്ന് പറയുമ്പോഴാണ് രേണു അഭിനയിക്കുന്നത്. ഈ അഭിനയം വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ആ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അഭിനയിക്കുന്ന സാധനങ്ങളോ മാത്രമേ നമ്മൾ എതിർപ്പ് കാണിക്കുന്നുള്ളൂ. രേണു അഭിനയിക്കണു, ആര് ചോദിക്കാൻ വരുന്ന കാണുമല്ലോ. 2 വിവാദം കൂടെ എക്സ്ട്രാ ഉണ്ടാക്ക്. രാവിലെ ദാസേട്ടനെ കെട്ടിപ്പിടിക്കണം, ഉച്ചയ്ക്ക് മറ്റേ മുടി വളർത്തിയാൽ അവനെ കെട്ടിപ്പിടിക്കണം, വൈകിട്ട് വേറെ ആരെങ്കിലും കെട്ടിപ്പിടിക്കണം. ഇതാണ് രേണു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അഭിനയം. മനസ്സിലാക്കുക. ഈ അഭിനയത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത്, അല്ലാതെ രേണു അഭിനയിക്കുന്നതിനല്ല എതിർക്കുന്നത്. ഏതാ ഷോർട്ട് ഫിലിമിലോ അതിലൊന്നും അഭിനയിക്കുന്നതിനല്ല എതിർക്കുന്നത്, ജീവിതത്തിൽ അഭിനയിക്കുന്നതിനാണ് എതിർക്കുന്നത്. പഴയ റീലിലും ആൽബത്തിലൊന്നും പോകാതെ ഞാൻ വീട്ടിൽ ഇരിക്കും. നിങ്ങൾ എനിക്ക് ഇന്റർനാഷണൽ ഷൂട്ട് തന്നെ താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാം. ഓക്കെ, ഇന്റർനാഷണൽ ട്രിപ്പും ഷൂട്ടും തന്നെ തരണം, എന്നാലേ ഞാൻ വീട്ടിൽ ഇരിക്കത്തുള്ളൂ. അല്ലാതെ ഒരു ഗോവ വരെ, അല്ലെങ്കിൽ ഒരു ജമ്മു കാശ്മീർ വരെ, അല്ലെങ്കിൽ ലഡാക്ക് വരെ, അത് പറ്റത്തില്ല. ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെ വേണം, ഇന്റർനാഷണൽ ടൂർ തന്നെ വേണം. എന്നാൽ മാത്രമേ ഞാൻ അഭിനയം നിർത്തത്തുള്ളൂ. അല്ലാതെ ഇന്ത ഏരിയ, അന്ത ഏരിയ, മറ്റേ ഏരിയ, മറിച്ച ഏരിയ എല്ലാമേ നമുക്ക് ഡൊമസ്റ്റിക് ഏരിയ, അവിടൊക്കെയാണ് നമ്മൾ അഭിനയിക്കും. ഇന്റർനാഷണൽ ആണെങ്കിൽ ഞാൻ വീട്ടിൽ ഇരിക്കും. ഇന്റർനാഷണൽ ആണെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന, വെളിയിൽ പോവണ്ടേ? ഇന്റർനാഷണൽ ആണ് ഞാൻ നിലവാരമുള്ള സാധനങ്ങൾ ചെയ്യുമെന്നാണ് പറയണ്ടേ. ഈ രേണു എന്തൊക്കെയാണ് ഈ പറയുന്നേ? നമ്മൾ പറയുന്നതിനകത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ പറയണ്ടേ.
അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ ഈ കുറ്റം പറയാതെ കുറച്ച് കാശ് എനിക്ക് കൊടുത്താ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. ഓക്കെ രേണു, ഈ സീസൺ കഴിഞ്ഞു. ഇത് ഞാൻ ടൈം ട്രാവലർ ചെയ്ത് 2 വർഷം പുറകെ പോയതുപോലെ ഉണ്ട്. രേണു തുടക്കത്തിൽ പറഞ്ഞ സാധനമാണിത്. ഞാൻ വീട്ടിൽ ഇരിക്കാം, ഈ പറയുന്ന ആൾക്കാരൊക്കെ കുറെ പൈസ കൊണ്ടുത്താ. ഇത് രേണു ആദ്യം പറഞ്ഞ സാധനമാണ്. നമ്മൾ പുതിയ സാധനങ്ങൾ പറയൂ, നമ്മൾ അപ്ഡേറ്റഡ് ആവൂ. വീണ്ടും അതേ ഇതാ പറയുന്നത് വീണ്ടും വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് പോയെന്ന്. ബിഗ് ബോസിൽ പോയി ഒരു ഫെയിമായി ഇറങ്ങി വന്ന നിങ്ങൾ വീണ്ടും അതേ തരത്തിലുള്ള ആൽബങ്ങളിൽ അഭിനയിക്കുന്നു. ആൽബം ആണോ അത്? എന്തിലോ അഭിനയിക്കുന്നു. ഈ അഭിനയിക്കുന്ന സാധനങ്ങളെല്ലാം വിവാദം ഉണ്ടാക്കുന്ന സാധനങ്ങൾ. എങ്ങനെ വിവാദം ഉണ്ടാക്കുന്നേ? അവൻ കെട്ടിപ്പിടിച്ച് ഇവൻ കെട്ടിപ്പിടിച്ച് അവന്റെ കൂടെ പോയി, ഇവനെന്റെ കാമുകൻ, ഞാൻ അവനെ ഉമ്മ വെച്ച്, അവൻ എന്നെ താലി കെട്ടി, ഇങ്ങനെ കുറെ വിവാദങ്ങൾ. കഷ്ടം. അപ്പം വെറുതെ ഇട്ട് വായിട്ട് അലക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോട്ടെ. അത് രേണുവിന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. ഈ വിഷയത്തെ കുറിച്ച് രേണുവിന് വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം രേണു പറയട്ടെ. ലേഡീസ് ഫസ്റ്റ് ആണല്ലോ, ഫസ്റ്റ് രേണു പറയട്ടെ. എന്റെ ഒരു ഹെൽത്ത് വെച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും പോകാൻ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പണി ചെയ്ത് കുടുംബമൊക്കെ നോക്കും. പിന്നെ വല്ല പണിയും എടുത്ത് ജീവിച്ചൂടെ, വല്ല തൊഴിലുറപ്പിനും പൊക്കൂടെ എന്ന വരുന്ന കമന്റ്സിനോടുള്ള രേണുവിന്റെ അതിശക്തമായ മറുപടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തൊഴിലുറപ്പിന് പോകാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. എനിക്കറിയാവുന്ന പണി വല്ല ആൽബത്തിൽ അഭിനയിക്കുക. അതാകുമ്പോ തീരെ ആരോഗ്യം ഉപയോഗിക്കണ്ട, സിമ്പിൾ പരിപാടി. ചെല്ലുക, ലവനെ കെട്ടിപ്പിടിക്കുക, ഇവനെ കെട്ടിപ്പിടിക്കുക, അവൻ താലി കെട്ടുക, ലിപ് ലോക്ക് അടിക്കുന്ന പോലെ അഭിനയിക്കുക, തീർന്നു. അല്ലെങ്കിൽ ഇനി കൂടുതൽ അധ്വാനിക്കണം എന്നുണ്ടെങ്കിൽ ദാസേട്ടൻ്റെ അടുത്ത് പൊക്കിയിട്ട് പ്രതീക്ഷനെ കൊടുക്കും, അവനെടുത്ത് പൊക്കിയിട്ട് മറ്റേ മുടി വളർത്തിയ മുടിയന്റെ കൊടുക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് കൈമാറി കളിച്ചോളും. നമ്മൾ പണ്ട് ഇങ്ങനെ വട്ടം ചുറ്റിയിരുന്ന ഒരു ഗെയിം കളിക്കുമായിരുന്നു. കയ്യിലൊരു ബോൾ തരും, നമ്മളിത് ഇങ്ങനെ പാസ് ചെയ്ത് പോകണം. ആരുടെ കയ്യിലാണോ പാട്ട് നിൽക്കുമ്പോൾ ബോൾ വരുന്നത് അയാൾ ഔട്ട്. ഈ സാധനമാണ് രേണുവിനെ വെച്ച് അവർ കളിക്കുന്നത്. രേണുവിനെ അവൻ പൊക്കി അവന് കൊടുക്കുന്നു, അവൻ പൊക്കി ഇവന് കൊടുക്കുന്നു, ഇവൻ പൊക്കി അവന് കൊടുക്കുന്നു. ഇതൊന്നും തീരെ അധ്വാനമില്ലാത്ത സാധനങ്ങളാണ്. ഈ മറ്റേ തൊഴിലുറപ്പൊക്കെ ഭയങ്കര കഷ്ടപ്പാടുള്ള പണി. വിയർപ്പിന്റെ സുഖം, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ രേണു എന്ത് ചെയ്യണമെന്നുള്ളത് രേണുവിന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. രേണു ആൽബങ്ങളിൽ അഭിനയിക്കണം, രേണു സിനിമയിൽ അഭിനയിക്കണം, രേണു വലിയ രീതിയിലുള്ള അഭിനയങ്ങൾ കാഴ്ചവെക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മൾ ഓൺ സ്ക്രീനിൽ മാത്രം അഭിനയിക്കുക. രേണു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അതെന്താ സിനിമയിൽ ഇന്റിമേറ്റ് സീൻ ഇല്ലേ, എന്തോ രേണു പറഞ്ഞ് ഇന്റിമേറ്റ് സീൻ ആണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചത്. ആ സീനുകളില്ലേ അവര് സിനിമയിലൊക്കെ അഭിനയിക്കുന്നില്ലേ ചോദിക്കുമ്പോഴത്തേനും അവര് സിനിമയിലേ അഭിനയിക്കുന്നുള്ളൂ. ആക്ഷൻ ക്യാമറ കട്ട് പറഞ്ഞതിന് ശേഷം എന്തൊരു നാച്ചുറൽ അഭിനയം. ആ അഭിനയം ആ സീനിൽ കാഴ്ചവെക്കുക, പരിപാടി നിർത്തുക, അത്രയുള്ള സംഭവം. കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ച് ഭിത്തിയോടി ചേർക്കുന്നു, അവന്റെ ചെവിക്കകത്ത് കയറിയിരുന്ന് കാര്യം പറയുന്നു. ഇതൊക്കെ സാധനങ്ങളാണ് കാണിക്കുന്നത്. ബാക്കി പറഞ്ഞാട്ടെ. കുറ്റം പറയുന്നത് പറഞ്ഞോണ്ടിരിക്കും. അത് എന്നെ വെച്ചിട്ട് അവർ കാശ് ഉണ്ടാക്കുന്നല്ലേ. റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം എന്നെ വെച്ചിട്ട് പറഞ്ഞ് നെഗറ്റീവും എന്നെ ഇട്ട് വാരി ഇറക്കി കഴിഞ്ഞാൽ അപ്പൊ മുഴുവൻ അതാവും. മുക്കിലും മൂലയിലും വല്ല രേണുസുധിയുടെ നെഗറ്റീവ് കണ്ടന്റും ഇങ്ങനെ പൊങ്ങി ഓരോരുത്തർ അതാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനിതിനെ അവർക്ക് ഒരു വ്യൂസ് കൊടുക്കുന്നത്. മുമ്പേ അല്ലേ പറഞ്ഞത് ഏതാണ്ട് നെഗറ്റീവ് ആണെന്ന് കണ്ടു, ഇപ്പൊ പറയുന്നത് കണ്ടില്ലെന്ന്. ഈ കൊച്ചു കള്ളം പറയാൻ മാത്രമാണ് തോന്നുന്നു നാക്കെടുത്ത് വെളിയിലോട്ടിരുന്നേ. രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഞാൻ കുറെ തവണ പറഞ്ഞതാ, ഒരു തവണയും കൂടെ പറയാം. രേണുവിന് വേണ്ടി ഞാൻ ഒറ്റ തവണയും കൂടെ പറയാം. രേണുവിനെ നെഗറ്റീവ് പറയുമ്പോഴാണ് റീച്ച്, രേണുവിന് പോസിറ്റീവ് പറയുമ്പോൾ റീച്ച് ഇല്ല. അതിനർത്ഥം എന്താ? ഭൂരിപക്ഷം ആളുകളും രേണുവിന്റെ നെഗറ്റീവാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ രേണു അത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ട്. രേണുവിനെ നമ്മൾ പറയുന്ന സാധനങ്ങൾ, ഈ നെഗറ്റീവ് പറയുന്ന സാധനങ്ങൾ ജനങ്ങൾ രേണുവിനോട് പറയാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് പറയുമ്പോൾ റീച്ച്, അതുകൊണ്ടാണ് പോസിറ്റീവ് പറയുമ്പോൾ റീച്ച് ഇല്ലാത്തത്. അതുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് റീച്ചും, പോസിറ്റീവ് പറയുന്നത് സജീനെ പോലുള്ള ആൾക്കാരെയും ശ്രീധുവിനെ പോലുള്ള ആൾക്കാരെയൊക്കെ ആൾക്കാർ ആട്ടിവിടുന്നത്. ഈ സജീനിക്കും ശ്രീധുവിനും ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി അവരിപ്പോ നമ്മൾ അന്നേ പറഞ്ഞതാണ് ഇത് നാശത്തിലേക്കാണ് നിങ്ങളെ പോക്കുന്നുള്ളത്. അപ്പൊ ഈ സജീനെ കേട്ടില്ല, ശ്രീധു കേട്ടില്ല. കിട്ടി. ഇപ്പൊ നല്ല പാതയിലേക്ക് വന്നു. ഇപ്പൊ അവര് എതിർത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സജീന ആയതുകൊണ്ട് ഓന്ത് നിറമാറുന്നതിന് സ്പീഡ് മാറും. അത് നമുക്ക് അറിയത്തില്ല. നമുക്ക് ബാക്കിയേക്കാം. മുക്കിന് മൂലയിൽ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നവരോട് ഞാൻ എന്ത് പറയാനാണ്? അവർ എന്നെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നു, അവര് എന്താ പറയാ ആഹാരം കഴിക്കുന്നു. സന്തോഷം. രേണുവിനെ വെച്ച് കാശുണ്ടാക്കി നമ്മൾ ആഹാരം കഴിക്കും കേട്ടോ. അത് കറക്റ്റാ. ഇപ്പോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയത്തിലേക്ക് നമുക്ക് വരാം. രേണുവിന് ഇതാണ്, കാമുകനാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം.
ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾ കൊണ്ട് രേണുവിന്റെ പ്രധാന പ്രശ്നം കാമുകനാണ്. എസ്പെഷ്യലി ബിഗ് ബോസിന് ഇറങ്ങി ഒരു കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ട്. അതിന് മുമ്പേ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്നു, മൂന്നാമത് വിവാഹം കഴിക്കാൻ പോകുന്നു, നാലാമതും അഞ്ചാമതും ആറാമത് വിവാഹം കഴിക്കാൻ പോകുന്നു. ഇങ്ങനെ കുറെ കിംവദന്തികളാണ് രേണു തന്നെ പറിച്ചുവിടുന്നത്. ഇപ്പൊ രേണു പറിച്ചുവിടുന്ന കുറെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കാമുകനെ ആവശ്യമുണ്ട്. ഇത് രേണു തന്നെ സ്റ്റോറി ഇട്ടു കേട്ടോ, ഞാൻ പറിച്ചുവിട്ടതല്ല. രേണുവിന് പുതിയ കല്യാണാലോചനകൾ തേടുന്നുണ്ടെന്ന് രേണു തന്നെ പറഞ്ഞാണ്. നല്ല കാര്യമാണ്, കല്യാണാലോചനകളൊക്കെ വരണം, കല്യാണം കഴിക്കണം, രേണു പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണം. അതിനോടൊന്നും എനിക്ക് യാതൊരു എതിർപ്പില്ല. ജീവിതകാലം മൊത്തം വിധവയായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് നമുക്കില്ല. പക്ഷെ ഇത് റീച്ചിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ അപ്പോഴാണ് ഇത് പണി പാളുന്നത്. നിങ്ങൾ ശരിക്കും കെട്ടണേ കെട്ടി പോണേ പോയിട്ട് നനച്ച വണ്ടി കയറി കടച്ച വണ്ടി കയറി എങ്ങോട്ടോ പോവും, നമ്മളെ വെറുതെ വിട്ടാൽ മതി. ഏതായാലും ഇപ്പോ രേണുവിന്റെ കാമുകൻ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിലെ മാനേജറാണ്. നിങ്ങൾ അറിഞ്ഞോ? ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയൂ, ഈ സാധനം രേണു പോലും പറഞ്ഞിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ആകർഷണ പോയിന്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് രേണുവിനോട് ചോദ്യം ചോദിക്കുന്നതും രേണു പറയുന്ന മറുപടിയും നമുക്ക് കേൾക്കാം. ചെക്കന്മാർ ഒരുപാടുണ്ടല്ലോ, എനിക്കുള്ളതല്ല, ലോകത്തിലെ യൂറോപ്പിലെ എല്ലാ ചെക്കന്മാരുണ്ട്. ആ ചെക്കൻ എന്താ എന്റെ കാമൻ യൂറോപ്പിലാണ്. നിങ്ങൾ ആര് പറഞ്ഞു? എനിക്കിപ്പോ കാമനെ പറ്റി പറയാൻ താല്പര്യമില്ല. ഓക്കെ, എന്റെ ദൈവമേ, ഞാനിന്ന് ഏത് സൂപ്പർ മാർക്കറ്റിൽ രേണു പറഞ്ഞിട്ടില്ല ഏത് സൂപ്പർ മാർക്കറ്റിലാ എന്റെ കാമുകനാ യപ്പാ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ഒരു എക്സ്പ്രഷനാണ് രേണുവിന്റെ മുഖത്ത് നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്നവന്മാർ ഈ കമന്റ് ഒക്കെ എവിടുന്ന് വായിക്കുന്നു? നിങ്ങൾക്ക് എവിടെ ഈ കമന്റുകൾ കിട്ടുന്നത്? അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. രേണുവിനോട് പോയി കമന്റ് ബോക്സിൽ കണ്ടതെന്ന് പറഞ്ഞ് കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. ഇതിനൊക്കെ രേണു ചക്കാന്ന് ചോദിച്ചാൽ മാങ്ങാണ്ടി എന്നുള്ള ഉത്തരം പറയുകയും ചെയ്യും. ഇത് ബേസിക്കലി ഇന്ന ബ്ലോഗർ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, മാസ്റ്റർ മൈൻഡ് മെനുവിന്റെ വീഡിയോയിൽ ഇങ്ങനെ ഒരു വിഷയം പരാമർശിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോയിൽ ആ സാധനം പരാമർശിക്കുന്നുണ്ടോന്ന്. അതേസമയം രേണു നമ്മൾ ഒരു കമന്റിൽ കണ്ടതാട്ടോ ഈ ഒരു ചോദ്യം എന്താന്ന് ചോദിച്ചു ഇവന്മാര് തന്നെ കുറെ ചോദ്യം പടച്ചു വിട്ട് അങ്ങോട്ട് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോ എന്താ, ഏത് കമന്റ് എവിടെ പോയി ആരുടെ വീഡിയോയിൽ എങ്ങനെ തപ്പിപ്പിടിക്കും? കഴിഞ്ഞൊരു ദിവസം രേണുവിന്റെ ഒരു ആൽബം ഷൂട്ടിങ് തുടങ്ങും. ആൽബം ഷൂട്ടിങ് തുടങ്ങുമ്പോൾ അന്നത്തെ ദിവസം ഏത് ചാനൽ എടുത്തു നോക്കിയാലും നമ്മള് എന്താ പറയാ, ഇതിപ്പോ എങ്ങനെ പറയാ, ഇത് ഒരു അമർ ചിത്രകഥ, പ്രത്യേകിച്ചും നീല കളറുള്ള അമർ ചിത്രകഥ വായിക്കുന്ന ഒരു ഫീലാണ് നമ്മൾ അന്നത്തെ ദിവസം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് മുതലായ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, കൊടുക്ക് ദാസേട്ടാ, എടുക്ക് ദാസേട്ടാ, കറക്ക് ദാസേട്ടാ, ഇത് തന്നെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ വെക്കുമ്പോഴത്തേനും ഇതിന്റെയൊക്കെ ഏതിന്റെ അടിയിൽ പോയി കമന്റ് തപ്പി പിടിക്കും? അപ്പൊ അങ്ങനെ ഒരു കമന്റ് തപ്പി പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കമന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഉമ്മർക്ക് അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അങ്ങനെ പറയുമ്പോഴത്തേനും ആ കമന്റ് നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്കണം. നിങ്ങൾ ഒരു നടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഒരു നടനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേനും അവരുടെ ഒരു പടം ഇവിടെ വെക്കാറുണ്ടല്ലോ, ആ കമന്റ് ഒന്ന് വെച്ചാണ്. അങ്ങനെ ഒരു കമന്റ് ഒന്നും ഇല്ല. ചുമ്മാ ഒന്നെങ്കിൽ രേണു തന്നെ പടച്ചു വിട്ട ചോദ്യം, ഇല്ലെങ്കിൽ അവരെവിടുന്നോ വിവാദം ഉണ്ടാക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യം. ഓക്കെ, ബെഹ്റിനിലോ എവിടാണ്ട് രേണുവിന്റെ പുതിയ കാമുകൻ സൂപ്പർ മാർക്കറ്റിലെ മാനേജറാണ്. ബാക്കി പറ. ദുബായിലെ ബെഹറിലോ യൂറോപ്പിലോ സൂപ്പർ മാർക്കറ്റ് റാസൽ കൈമയിലെ ആ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ഈ രാജകുമാരനല്ലോ, സൂപ്പർ മാർക്കറ്റിൽ ആ മാനേജർ ഒറ്റയ്ക്കായിരുന്നു. അങ്ങിരുന്ന അസുലഭ മുഹൂർത്തത്തിൽ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോഴത്തേനും രേണുവിന്റെ കുറെ വീഡിയോസ് കാണുകയും രേണുവിനോട് ക്രഷ് അടിക്കുകയും ചെയ്തു. ആ ക്രഷ് എടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയക്കാരും ചോദിക്കുന്ന ചോദ്യം. പക്ഷേ ഈ ക്രഷ് അടിച്ചതും ജ്യൂസ് അടിച്ചതും കുടിച്ചതും ഒന്നും രേണു അറിഞ്ഞിട്ടില്ല. അതാണ് ഇതിലും വലിയ ഹൈലൈറ്റ്. രേണു ആണെങ്കിൽ വേറെ ഏതോ ഒരു കാമുകനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കാൻ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാ ഇവൻ റാസൽ കൈമയിലല്ല അവനെ കൊണ്ടുവന്നത്. റാസൽ കൈമ ഇനി അതായിരിക്കും സെറ്റപ്പ്. ഓക്കെ, ഇനി അതിനെ ആള് കത്തിക്കും. നിങ്ങൾ നോക്കിക്കോ, ഫ്യൂച്ചറിൽ ആ സാധനത്തിനെ ആള് കത്തിക്കും. ഈ ചോദ്യങ്ങളൊക്കെ നിനക്കൊക്കെ എവിടുന്ന് കിട്ടുന്നതാ ഇത്രയും വൃത്തിയുടെ ചോദ്യങ്ങൾ? നമ്മളുടെ ചോദ്യം ചോദിക്കുമ്പോ എന്നെ ഈ കാണുന്ന ഈ ചാനലുകളായാലും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഇതായിരുന്നല്ലോ, എന്തായാലും പറയുന്നേ, പൊങ്കാലയായിരുന്നല്ലോ. ഈ പൊങ്കാലയ്ക്കകത്ത് നീലക്കുയിൽ വീഡിയോ എടുക്കുക. ഏതാ നിങ്ങളുടെ ചാനൽ? നീലക്കുയിൽ എന്ന് പറയുമ്പോഴത്തേനും ആ കൊച്ചിനെ അമ്മ തോർത്തൊക്കെ ഇട്ട് പൊതിയാണ്. ഇതാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇമേജ്. നല്ലത് ചെയ്യുന്ന ചാനലുകൾക്ക് പോലും മൂന്നാം കിട മഞ്ഞപ്പത്രത്തിന്റെ ഇമേജാണ്. നിങ്ങളത് തിരുത്തുക. നിങ്ങൾ അല്പം നിലവാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നിലവാരമുള്ള ആൾക്കാരുടെ തീരുമാനം അമ്മയുടെ എടുത്തിട്ട് പോകും. ഇനി രേണുവിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രേണുവിന്റെ കൂടെ നിന്നവർ തന്നെ കുതികാൽ വെട്ടി തിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
സജീനയും ശ്രീധുവിനെയും തന്നെ ആയിരിക്കണം പറയുന്നത്. നമുക്കൊന്ന് കേൾക്കാം. ദ്രോഹിക്കാൻ പോകുന്നില്ല ചേട്ടാ. നമുക്കിട്ട് ദ്രോഹിച്ചിട്ട് റീച്ച് കിട്ടാൻ പറ്റുന്ന കുറെ പേര് ഞാൻ നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല. നമുക്കിട്ട് ദ്രോഹിച്ചിട്ട് റീച്ച് കിട്ടാൻ ഓരോരുത്തർ ചെയ്യുന്നെന്ന്. ആരെയും ദ്രോഹിച്ചിട്ടില്ല. ആ ബിഷപ്പിന് ഇപ്പൊ സ്ഥലം വിൽക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്ക് ഒരു വലിയ ഗ്രൗണ്ട് മീൻസ് ഒരു വലിയ സ്ഥലം ഒത്ത നടുക്ക് രേണുവിന് ഒരു വീട് കൊടുത്തു. ഇപ്പൊ ഇതിന്റെ അവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൗണ്ടിന്റെ ഒത്ത നടുക്ക് ഒരു കുളം കുഴിച്ച ഒരവസ്ഥയായി പോയി. ഈ കുളം ബെർമൂഡ ട്രയാങ്കിൾ പോലെയാണ്. ആർക്കും അപ്പുറത്തും മേടിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് വലിച്ച ചാക്കടയിൽ ഇട്ടോളും. സാക്കട തമിഴ് പറഞ്ഞാട്ടോ. ബിഷപ്പിനിട്ട് പണിഞ്ഞ്, വീട് കൊടുത്ത ഫിറോസിനിട്ട് പണിഞ്ഞ്, ബീബറെ വീടിന്റെ പേപ്പർ കിട്ടാൻ സഹായിച്ച താജ് പത്തനംതിട്ടയ്ക്ക് ഇട്ട് പണിഞ്ഞ്, ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കിട്ടെല്ലാം പണിഞ്ഞ്. ആളാണ് പറയുന്നത് നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ പാവങ്ങളാണ്. നമ്മൾ ആരും ഉപദ്രവിക്കാൻ പാടില്ല. തല്ലിയൊന്നും കൊന്നേക്കണം അവനെ, അത്ര ഉള്ളു സംഭവം. അല്ലാതെ നമ്മളാരും ഇച്ചി പോകുന്ന പോലും പറയത്തില്ല. നമ്മളങ്ങ് തീർത്തുകളയും, അത്രേ ഉള്ളൂ. കൂടെ നിന്നിട്ട് തിരിഞ്ഞു പോയിട്ട് റീച്ചിന് വേണ്ടി സംസാരിക്കാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവരുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. പുതിയതായിട്ട് വന്ന കുറെ പേരുണ്ട്, ഞാനത് പറയുന്നില്ല. അതിനർത്ഥം ഐസക് ന്യൂട്ടന്റെ തലയിൽ പണ്ടൊരു ആപ്പിൾ വന്ന് വീണത് പോലെ ഈ പറയുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി നിങ്ങളെ തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പണിഞ്ഞ് പാല് വെള്ളത്തിൽ പണി കൊടുക്കുന്നു. ഇപ്പൊ മനസ്സിലായല്ലേ? കൂടെ നിൽക്കുന്നവര് തിരിഞ്ഞു നിൽക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ സഹായിച്ചവര്, നമുക്ക് വേണ്ടി നിൽക്കുമെന്ന് വിചാരിച്ചവര് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു മനസ്സുഖം ഉണ്ടായില്ലേ? ഈ സുഖമാണ് ബിഷപ്പിനും ഫിറോസുക്കും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. മനസ്സിലായോ? ആ സുഖം രേണുവിനൊന്നും അറിയാൻ സാധിച്ചില്ല. അതിന്റെ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ലേ? അത് മതി. അവർക്ക് വേണ്ടൊക്കെ ഉണ്ട്. അവര് ഇനി ഇതിൽ കൂടുതൽ എന്തറിയാനാണ്? ഞാൻ ഓടുവന്ന് ഇനി ഇതിൽ കൂടുതൽ ഒന്നുമില്ല എനിക്ക്. അതാണ് ഞാൻ പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് ഓരോന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഒന്നുമില്ല. ഒരു മനുഷ്യൻ നാറുന്നതിനും എക്സ്പോസ് ആകുന്നതിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞ് അതിന്റെ അപ്പുറം പോയി. ഇനി ഞാൻ എന്തൊരു നാറൻ, നീ താറ്റ് ഈ ഒരു സെറ്റപ്പാണ്. ഇത്രയും നാളും എന്നോട് ഞാൻ സജീന ചേച്ചി പറയുന്നതിന് അപ്പുറം ചെയ്തില്ല. സജീന ചേച്ചി എന്റെ ഉയരെണ്ണനക്ക് ഊടലെണ്ണനക്ക് സജീന ചേച്ചിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഇപ്പൊ വീഡിയോയിൽ പറയുന്നത് കരീഷ്മയാണ് എന്റെ മെയിൻ. കരീഷ്മ മറ്റേ ബൈക്കല്ല കേട്ടോ, പുള്ളിക്കാരുടെ മാനേജര്. കരീഷ്മയാണ് ഇപ്പൊ മെയിൻ. കരീഷ്മയാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ബാക്കിയുള്ള കാരണം കൂടെ ഉണ്ട്. ഈ ഒരു സെറ്റപ്പിലേക്ക് മാറി. എന്റെ പൊന്ന് സജീന, കിട്ടിയല്ലോ, സന്തോഷമായല്ലോ, സമാധാനമായല്ലോ, തൃപ്തിയായല്ലോ. ഇനി കിട്ടിയില്ലെന്ന് പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന എല്ലാം യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഏതായാലും ശ്രീധുവിനും സജീനയ്ക്കും വിവരമൊന്നും വന്നിട്ടില്ല. സജീന ഇപ്പൊ ഒന്ന് പറയുന്ന ആളെ മാറ്റി പറയും. ശ്രീധുവിന് വെച്ചിട്ട് ബോധം വന്നെന്ന് തോന്നുന്നു. എന്തായാലും അതിനകത്ത് അതിയായി സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് രേണുസുധിയുടെ ഇപ്പൊ കറങ്ങി നടക്കുന്ന ചില വിഷയങ്ങൾ. ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തൂ. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മറ്റൊരു കാണുന്നവരെ